ഹലോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് ട്രാവലേ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ അവിടെ ആദ്യം വന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു 100-150 രൂപ നിരക്കിലാണെന്ന് തോന്നുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ നേരെ ഒരു ബോട്ടൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് ചട്ടി പോലുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുക. ഇവിടെ നമ്മളൊരു ഈ കാണുന്ന പോലത്തെ ബോട്ടിൽ കയറി വേണം നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈവർ ഉൾപ്പെടെ ഒരു 7 പേരാണ് ഒരു ബോട്ടിൽ കയറുന്നത്. അങ്ങനത്തെ ഒരുപാട് ഹൗസ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരു ബോട്ടിൽ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെത്തി. അവിടെ വലിയ ആഴമൊന്നുമില്ല, അഷ്ടമുടിക്കായലാണ് ഈ കാണുന്നത്. കായലിൻ്റെ നടുക്കായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കൈ കണ്ടില്ലേ, എല്ലാവരും മുട്ട് വരെ അല്ലെങ്കിൽ മുട്ടിൽ കുറച്ച് മുകളിലായിട്ട് ഈ ഒരളവിൽ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിയപ്പോൾ കുറേ ചേച്ചിമാരിങ്ങനെ വെള്ളത്തിനകത്ത് ഉപ്പിലിട്ട സാധനങ്ങളും അതുപോലെ തന്നെ മുളകിട്ട ഐറ്റംസ്, ഗോലി സോഡ അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കരുത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആണെങ്കിൽ മാങ്ങ മുളകിട്ടതും അതുപോലെ തന്നെ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോലി സോഡ ആണെങ്കിൽ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടത്. എൻ്റെ കുഞ്ഞിലെ എപ്പോഴും കുടിച്ചാണ് ഗോലി സോഡ. അതിന് ശേഷം അങ്ങനെ ഗോലി സോഡ കുടിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ 2 ഫ്ലേവറിലുള്ളത് വാങ്ങിച്ചു. ചേട്ടനാണെങ്കിൽ കൊക്കക്കോളയുടെ ഒക്കെ ഒരു ഫ്ലേവർ പോലത്തെ, ഇത് ഞാനാണെങ്കിൽ ലെമണിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ കൊക്കക്കോളയുടെ ആയിരുന്നു കേട്ടോ സൂപ്പർ. ആ ലെമണിൻ്റെ അത്ര വലിയ രസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇത് വാങ്ങിച്ചതല്ലേ, വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് ചേട്ടനെ കൊണ്ട് ഞാനത് കുടിപ്പിച്ച് തീർത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു പൈനാപ്പിളോട് വാങ്ങിച്ചു. പൈനാപ്പിൾ മുളകിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ടൂത്ത് പിക്ക് പോലെ സംഭവം തന്നിട്ട് അത് വെച്ച് കുത്തി കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ മരത്തിലൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പോൾ ഞാൻ അവിടെ കണ്ണിക്കണ്ട മരങ്ങളിലൊക്കെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ചേട്ടന്മാരിങ്ങനെ വഞ്ചിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ വഞ്ചിയിൽ നമുക്ക് അഷ്ടമുടിക്കായൽ ചുറ്റാൻ പറ്റും. അപ്പോൾ ഒരു 100 രൂപ 150 രൂപയൊക്കെ നിരക്ക് പറയുന്നുണ്ട്. പല വഞ്ചിക്കാരും 100-150 അങ്ങനെയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്കാണെന്ന് തോന്നുന്നു കൊണ്ടുപോയത്, ഓർമ്മയില്ല. കാരണം ഒരു മാസത്തോളമായി ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ പോയി ഇത്ര കുറച്ച് ആഴവേ ഉള്ളൂ. അവിടെ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് നമുക്ക് വഞ്ചിയെ കയറാൻ പ്രയാസമുള്ളവർക്ക് നമ്മളിങ്ങനെ പിടിച്ച് സ്റ്റൂളൊക്കെ ഇട്ട് വഞ്ചിയിലോട്ട് കയറ്റാൻ പറ്റും. നമ്മളൊരു ഫാമിലിയായിട്ട് ഇങ്ങനെ അഷ്ടമുടിക്കായൽ ഇങ്ങനെ ചുറ്റിച്ച് കൊണ്ടുപോകും. അപ്പോൾ അവിടെ കുറേ ഐലൻഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വഞ്ചിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ വഞ്ചിയിൽ കയറിയിട്ട് നമ്മളിങ്ങനെ അഷ്ടമുടിക്കായലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുഴയുന്ന വെള്ളമല്ല കേട്ടോ, നമ്മുടെ ഈ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള സ്പീഡ് ബോട്ട് ഒക്കെ വെക്കുന്ന പോലത്തെ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ഇങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു റിസോർട്ട് പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കപ്പ, മീൻകറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കക്കയൊക്കെ കായലിൽ നിന്ന് കളക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഈ കണ്ടൽക്കാടൊക്കെ പോലത്തെ ഒരു സംഭവമാണ്. അവിടെ ഒരു മേരിലാൻഡ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഇറങ്ങണം നമ്മൾ വിചാരിച്ചു, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഒത്തിരി കണ്ടൽക്കാടുകളിലൊക്കെ നടുവിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ട്രാവൽ ഉണ്ടായിരുന്നു നമുക്ക് ഈ ബോട്ടിനകത്ത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ പോയി ആ ബോട്ട് യാത്ര എക്സ്പീരിയൻസ് ചെയ്തില്ലായിരുന്നു, വലിയ നഷ്ടമായിരുന്നു. നമ്മൾ ഒരു അരമണിക്കൂറത്തെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ചു വന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വിട്ടു.